ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രീകരണം പൂർത്തിയാക്കിയ റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിലെ വിവിധ താരങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി, ഒപ്പം തന്നെ ഷറഫുദ്ദീൻ എന്നിവരുടെ പോസ്റ്ററുകൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളാണ് ഇന്ന് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനെ എത്തുന്ന സിനിമയിൽ ജ്യോതിർമയി ഒരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഫഹദ് കാമിയ റോളിലെത്തുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. അങ്ങനെ അക്കാര്യം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് തുടങ്ങി പൂർത്തിയാക്കിയിട്ടും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാതെ ഇരുന്ന സിനിമയായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന നിർമ്മിക്കുന്ന സിനിമ. ഇപ്പോഴത്തെ ഇന്ന് സിനിമയുടെ അപ്ഡേറ്റുകൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ വന്നതോടെ മികച്ചൊരു ഹൈപ്പ് സിനിമ സോഷ്യൽ മീഡിയ വഴി നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് ജൂൺ 9 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സിനിമയുടെ അടുത്തൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. അതൊരു പക്ഷേ സിനിമയുടെ ടൈറ്റിലും ഒപ്പം തന്നെ ഒരു ചെറിയൊരു ടീസർ എല്ലാം തന്നെ ആയേക്കും. അപ്പോൾ നാളെ വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ലിജു ജോസ് പെല്ലിശ്ശേരി മലയാളത്തിലെ സകല സിനിമകളുടെയും അപ്ഡേറ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാം തന്നെ പുറത്തുവിടാറുണ്ടല്ലോ. പതിവ് പോലെ LJP ഇന്ന് അമൽ നീരദ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ പേജിലൂടെ ഷെയർ ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ഈ കാണുന്ന നിവിൻ പോളി പോസ്റ്റർ കൂടി പുറത്തുവിട്ടത് കൂടുതൽ പ്രേക്ഷകരിൽ കൗതുകമുണർത്തി. ചിലരെല്ലാം തന്നെ അമൽ നീരദ് സിനിമയിൽ നിവിൻ പോളി ഉണ്ട് എന്നാണ് കരുതുന്നതെങ്കിൽ മറ്റു ചിലർ നിവിൻ പോളി സിനിമയിലില്ല എന്ന് മനസ്സിലാക്കി LJPക്ക് തെറ്റിപ്പോയതാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് പൃഥ്വിരാജിന്റെ ഗോൾഡിന് ശേഷം അൽഫോൺസ് പുത്രൻ ഏതവസ്ഥയിലൂടെയാണ് കടന്നുപോയത്, അതേ അവസ്ഥയിലൂടെയാണ് നിലവിൽ LJP മല്ലിക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ശേഷം കടന്നു പോകുന്നത് എന്ന കമന്റുകളും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതിനിടയിൽ അമൽ നീരദ് സിനിമ ഈ വർഷം ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ L360 തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയും അതേ ഒക്ടോബർ മാസം പൂജ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് സിനിമകളും ഓണം റിലീസ് പ്ലാൻ ചെയ്ത സിനിമകളായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും രണ്ട് സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് എത്തുകയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമൽ നീരദ് വസീസ് ലാലേട്ടൻ സിനിമ തമ്മിലുള്ള ഒരു പോരാട്ടം പൂജ നാളുകളിൽ തിയേറ്ററുകളിൽ കാണാൻ കഴിയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ അറിയിക്കാം. കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.